ലംഘനം, ട്രാൻസ്ഗ്രഷൻ. എബ്രായ ഭാഷയിൽ പെഷ എന്നാണ് പറയുന്നത്. പരപ്റ്റോമ, പാരബാസിസ് എന്നീ ഗ്രീക്ക് പദങ്ങളെയാണ് ലംഘനം എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളത്. നിയമലംഘനം എന്ന ആശയമാണ് പാരബാസിസിന്. ആദാമിൻ്റെയും ഹൗവയുടെയും ലംഘനത്തെ കുറിക്കുവാൻ പാരബാസിസ് ആണ് പ്രയോഗിച്ചിട്ടുള്ളത്. റോമാലേഖനം 5:14, 1 തിമോത്തിയോസ് 2:14, റോമാലേഖനം 5:15, 16, 18, 11 അധ്യായം 11, 12 തുടങ്ങിയ ഭാഗങ്ങളിൽ ലംഘനത്തിൻ്റെ ഗ്രീക്ക് പദം പരപ്റ്റോമ ആണ്. ന്യായപ്രമാണം അഥവാ നിയമം ലംഘിക്കുകയാണ് ലംഘനം. തന്മൂലം ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനവുമില്ല. റോമാലേഖനം 4:15. ലംഘന നിമിത്തം കൂട്ടിച്ചേർത്തതാണ് ന്യായപ്രമാണം. ഗലാത്യലേഖനം 3:19. ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. റോമാലേഖനം 5:13. ന്യായപ്രമാണം മനുഷ്യരെ പാപികളാക്കുകയല്ല, മറിച്ച് ലംഘകരാക്കുകയാണ്. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ മനുഷ്യനുള്ള കഴിവില്ലായ്മയെക്കുറിച്ച് അവന് മനസ്സിലാക്കി കൊടുത്തത് ന്യായപ്രമാണമാണ്. അത് ഒരു രക്ഷകന്റെ ആവശ്യം അവർക്ക് ബോധ്യമാക്കി കൊടുത്തു.